വയനാട് കൽപ്പറ്റ NSS സ്കൂളിൽ വിദ്യാർത്ഥികളുടെ അഭ്യാസ പ്രകടനത്തിനിടെ കാറുകൾ കൂട്ടിയിടിച്ചു. സെൻഡോ പരിപാടിക്ക് ശേഷമായിരുന്നു ഗ്രൗണ്ടിൽ ഇവരുടെ അഭ്യാസ പ്രകടനം. സംഭവത്തിൽ കൽപ്പറ്റ പോലീസ് കേസെടുത്തു. നിങ്ങളറിയണം, +2 പഠിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണത്. ഈ സ്കൂളിലെ കുട്ടികളാണ് ഈ അഭ്യാസ പ്രകടനം നടത്തിയത്. ഇവർക്കൊക്കെ ലൈസൻസ് എടുക്കാനുള്ള പ്രായമായോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടെ പൊലിമയോടെ കാണിച്ചു കൊടുക്കാം. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. ഈ ഗ്രൗണ്ടിൽ കിടന്ന് ഈ കാർ കൊണ്ട് കളിക്കുന്നതെല്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിക്കുന്ന കുട്ടികളാണ്, പിള്ളേര്. പറയൂ സുർജിത്ത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫ് ചടങ്ങായിരുന്നു നടന്നത്. ഇതിനുശേഷം ചില വിദ്യാർത്ഥികൾ കാറുമായി ഗ്രൗണ്ടിലേക്ക് എത്തി. വാടകയ്ക്കെടുത്ത ആഡംബര കാറുകൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇത് അപകടകരമായ രീതിയിൽ കാറുകൾ ഗ്രൗണ്ടിലിട്ട് ഇങ്ങനെ ഓടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കാറുകൾ കൂട്ടിയിടിച്ചു. അതോടുകൂടി സ്കൂൾ അധികൃതർ ഗേറ്റ് അടച്ച് പോലീസിനെ വിവരം അറിയിച്ചു. കാർ ഓടിച്ചിരുന്ന 6 പേർക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ 6 കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ വിദ്യാർത്ഥികൾക്കെതിരെയും ഒപ്പം തന്നെ ഈ വാഹനം നൽകിയ RC ഉടമകൾക്കെതിരെയും പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കാറുകൾ സ്കൂളിലേക്ക് കൊണ്ടുവരരുത്, പ്രത്യേകിച്ച് സെൻഡ് ഓഫ് ആണ് ഇന്ന്. സ്വാഭാവികമായും ഈ കുട്ടികൾ കാറുകളുമായി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ബോധ്യം ഈ സ്കൂൾ അധികൃതർക്കുണ്ടായിരുന്നു. അവർ അതുകൊണ്ട് തന്നെ ഈ കാര്യം നേരത്തെ മുൻകൂട്ടി അറിയിച്ചതുമാണ് കാറുകൾ കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് മറികടന്നാണ് വിദ്യാർത്ഥികൾ കാറുമായി എത്തിയത്. നേരെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഇറക്കി അപകടകരമായ രീതിയിൽ കാറ് ചുഴറ്റി ഓടിക്കുന്ന ആ ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു അധ്യാപിക അത് തടയാൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെയുള്ളവ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും കുട്ടികളുടെ കാര്യത്തിൽ രക്ഷകർത്താക്കൾക്ക് എങ്ങനെ തടയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാര്യം ഇവർക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രായം +2 പഠിക്കേണ്ടതാണോ എനിക്ക് അറിയില്ല. കാര്യം +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം പരമാവധി 17 വയസ്സാണ്. 17 വയസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് കൊടുക്കും. അപ്പോൾ 6 പേർക്ക് എങ്ങനെ ലൈസൻസ് കിട്ടി? ഇതൊക്കെ നമുക്ക് സംശയം തോന്നുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. മിസ് മലൂസ് പറയുന്നു, അധ്യാപകർക്ക് വടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ മതി. അതൊന്നും ഇനി ഈ കാലത്ത് നടക്കില്ല. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക വേണ്ട. ഒരു പ്രേക്ഷകൻ പറയുന്നൊരു കാര്യം, എല്ലാം കണ്ട് മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ തന്ത വൈബ് എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും ഫാഷനിൽ പറയുന്ന ഒരു സാധനമാണ്. നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്ത വൈബ്, പിന്നെ ആ വൈബും കേട്ട് ഏതാണ്ട് ചീത്ത വിളിക്കുന്ന തുല്യമാണല്ലോ ഇപ്പോൾ തന്ത വൈബ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നിരന്തരം കേൾക്കുന്ന ഒരു പദപ്രയോഗമാണത്. കൊള്ളാം കേട്ടോ.